പറഞ്ഞതാ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു അറിവായിരുന്നു. ലിസി ടീച്ചർ വിമോചന സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ? വിമോചന സമരം എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിൻ്റെ തങ്കത്താളുകളിൽ സുവർണ ലിപികളാൽ എഴുതി ചേർക്കപ്പെട്ട ഒരു വലിയ അധ്യായമായിരുന്നു. അത് കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും ഓർത്തു നോക്കണം. 57 ഗവൺമെൻറ്റിനെതിരെ അതിശക്തമായ ജനരോഷം തെരുവുകളിലേക്ക് കടന്നു വന്നപ്പോൾ സ്ത്രീയെന്നോ കുട്ടികളെന്നോ പുരുഷന്മാരെന്നോ ജാതിയോ മതമോ പാർട്ടിയോ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒഴികെയുള്ള മുഴുവൻ പേരും പുരോഹിതന്മാരും സമുദായ നേതാക്കന്മാരും അടക്കം മുഴുവൻ പേരും നടത്തിയ ഒരു വലിയ സമരത്തെയാണ് വിമോചന സമരം എന്ന് പറയുന്നത്. ആ സമരത്തിൽ പങ്കെടുത്ത ഒരാളായിരുന്നു ടീച്ചർ. ടീച്ചറിൻ്റെ അമ്മയോടൊപ്പം 4 വയസ്സുകാരിയായ പിൽക്കാലത്ത് നമ്മുടെ ടീച്ചറായ മഹിളാ കോൺഗ്രസിൻ്റെയും നേതാവായ ലിസി ടീച്ചർ പങ്കെടുത്തു. രാവിലെ തൊട്ട് വൈകിട്ട് വരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുത്തും. വൈകുന്നേരം ആകുമ്പോൾ കൊച്ചിനെ ജയിലിലടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് തിരിച്ചുവിടും. മുതിർന്നവരെയൊക്കെ ജയിലിലടയ്ക്കും. അന്ന് തുടങ്ങി നെഞ്ചേറ്റിയ കോൺഗ്രസ് പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തെ ഇഹലോകവാസം വെടിയുന്നത് വരെ, നിത്യഭവനത്തിലേക്ക് യാത്രയാകുന്നതുവരെ ടീച്ചർ നെഞ്ചോട് ചേർത്തു. ആ കോൺഗ്രസ് എന്ന മഹത്തായ പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്തതിൻ്റെ ബാക്കി പത്രമാണ് നമ്മളെല്ലാവരും എല്ലാം മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. പിന്നീട് ഞാൻ സംസ്ഥാന പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ ഏത് പരിപാടി കേരളത്തിൽ എവിടെ വെച്ചാലും അവിടെയെല്ലാം ടീച്ചറുടെ ടീച്ചറിൻ്റെ ഒരു ടീമുമായിട്ട് അവിടെ വരുമായിരുന്നു. ഏറെ സന്തോഷമാണ്. ചിലപ്പോൾ ഞാൻ വിചാരിക്കും അന്ന് കുറച്ച് പ്രായമായെന്ന് തോന്നുമായിരുന്നു. പക്ഷേ നമ്മളെക്കാൾ ഊർജ്ജസ്വലതയോടുകൂടി സംഘടനാ പ്രവർത്തനം നടത്തുന്ന നേതാവ് എന്ന നിലയിൽ ഒരുപാട് ഞങ്ങൾക്കൊക്കെ ഊർജ്ജം തന്നത്. അതിനുശേഷം ഞാൻ മലയാളം പ്രസിഡന്റ് സ്ഥാനമൊക്കെ മാറി കൊല്ലം DCC പ്രസിഡൻ്റൊക്കെ ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ പാർട്ടി പരിപാടികൾ എവിടെയെങ്കിലും വെച്ച് തിരുവനന്തപുരത്ത് എറണാകുളത്ത് വെച്ച് കാണുമ്പോഴാണ് ഓടി വന്ന് മഹിളാ കോൺഗ്രസ്സിലുള്ളപ്പോൾ ഉള്ളതിനേക്കാൾ വികാര വായ്പോടുകൂടി അടുത്ത സ്നേഹത്തോടെ പെരുമാറിയ ടീച്ചറെ ഒരിക്കലും മറക്കാൻ കഴിയുന്നില്ല. മരിച്ചു എന്ന് പോലും മറക്കാൻ കഴിയില്ല. മരണം അങ്ങനെയാണല്ലോ. ഭൗതിക ശരീരം നമ്മളെ വിട്ടുപിരിയും, പക്ഷെ ഓർമ്മകൾ മരിക്കുന്നില്ല. ആ ഓർമ്മകൾ മരിക്കാതിരിക്കുമ്പോൾ നമ്മളിൽ നിന്ന് വിട്ടകന്നു പോലെ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് യാത്രയായ ടീച്ചറിനോടുള്ള നമ്മുടെ കടമയെന്ന് പറയുന്നത്, ടീച്ചറൊക്കെ പ്രവർത്തിക്കാൻ വരുന്ന കാലത്ത് സാമൂഹിക അന്തരീക്ഷം ഇങ്ങനെ ആയിരുന്നില്ല. 50% സംവരണമെന്ന് നിയമപരമായി പറയുകയും 52% വരെ പ്രായോഗികമാവുകയും അതിൻ്റെ ഗുണഫലം അനുഭവിക്കുന്ന നമ്മൾ, ഈ തലമുറ, തീർച്ചയായും ടീച്ചറെ പോലെയുള്ളവർ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ ഓർത്തുകൊണ്ട് പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ നമ്മളാലാവും വിധം പ്രവർത്തിക്കുക, കൂടുതൽ സമയം കർമ്മനിരതരാകുക എന്നത് തന്നെയാണ് ടീച്ചറിനെ പോലെയുള്ളവർക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്ന സ്മരണാഞ്ജലി എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ 2 തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിൽ നിൽക്കുക. അങ്കമാലിയിലൊക്കെ വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരുപാട് സന്തോഷമാണ്. ഞങ്ങൾ ശ്രീ ഷാജി, അദ്ദേഹത്തിനൊക്കെ അറിയാം. അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. പരാജയപ്പെട്ടാലും വിജയം വരെ പോരാടിക്കൊണ്ടേയിരിക്കും. എല്ലാം പോരാട്ടം തുടങ്ങിയിട്ട് ഇതുവരെ പോരാട്ടം അവസാനം ഇനിയും പോരാടിക്കൊണ്ടേയിരിക്കുക. അത്രയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് കോട്ടകളിൽ പ്രവർത്തിച്ച് നിരന്തരം സംഘർഷവും പ്രവർത്തനവും ഒക്കെ ആയിട്ട് വരുന്ന ഒരു പഞ്ചായത്തൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ. ഞാൻ DCC പ്രസിഡൻ്റ് ആകുമ്പം നമുക്കവിടെ 5 പഞ്ചായത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഇല്ല, ഒരു മുനിസിപ്പാലിറ്റി ഇല്ല, അങ്ങനെ ഒന്നുമില്ലായ്മയെന്ന്. അസംബ്ലിയിലാണെങ്കിൽ 43,000, 38,000, 39,000 അങ്ങനെയൊക്കെ തോറ്റ് നിന്ന സ്ഥലത്ത് നിന്നാണ്. കഴിഞ്ഞ തവണ DC പ്രസ്ഥാനം ഒഴിയുമ്പോൾ 22 കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച പഞ്ചായത്ത് പ്രസിഡന്റുമാരെ അവരുടെ സ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെയും മുനിസിപ്പൽ ചെയർമാനെയൊക്കെ സൃഷ്ടിക്കാനുള്ള രാഷ്ട്രീയപരമായ നേതൃപരമായ പങ്ക് വഹിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെയാണ് ഞങ്ങളൊക്കെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ കാത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ വരുമ്പോൾ മുനിസിപ്പൽ ചെയർമാന്മാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും അങ്കമാലിയുടെ പ്രിയങ്കരനായ ജനനായകൻ, കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയനായ യുവജന നേതാവ്, നമ്മുടെയൊക്കെ പ്രിയ സഹോദരൻ, സർവോപരി ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടപ്പോൾ സത്യത്തിൽ റോജിയെ നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ റോജിയുമായി അടുത്ത് ഇടപഴകുന്നത് അഖിലേന്ത്യാ മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റായി നിയമിതയായി ഡൽഹി ചെന്നപ്പോൾ അന്ന് NSUവിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡൻ്റായി റോജി അവിടെ ഉണ്ടായിരുന്നു. അന്ന് അതിനു മുമ്പൊക്കെ ജസ്റ്റ് പരിചയം മാത്രമേ ഉള്ളായിരുന്നു. അതിനുശേഷമാണ് കൂടുതൽ അടുത്ത് ഇടപഴകാൻ കഴിഞ്ഞത്.
റോജി അങ്കമാലിയുടെ MLA ആയൊക്കെ വന്നു, നന്നായി പ്രവർത്തിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടമുള്ള ചെറുപ്പക്കാരനാണ്, AICC സെക്രട്ടറിയാണ്. എങ്കിലും റോജിയെ കൂടുതൽ അടുത്തറിയാത്ത കോൺഗ്രസ്സുകാർ ചിലരെങ്കിലും അല്ലെങ്കിൽ മലയാളികൾ ചിലരെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ റോജിയുടെ നന്മ, റോജിയുടെ സമൂഹത്തോടുള്ള അർപ്പണബോധം, കമ്മിറ്റ്മെൻറ്റ്, പ്രതിബദ്ധത ഒക്കെ ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹം തിരിച്ചറിഞ്ഞത് ഏറ്റവും നിങ്ങൾക്കൊക്കെ നന്നായി അറിയാം. അതുകൊണ്ടാണല്ലോ റോജി ഇവിടുന്ന് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കേരളം നിയമസഭയിലെത്തിയത്. മുഴുവൻ പേരും ലോകത്തെവിടെ മലയാളി ഉണ്ട് അവരെല്ലാവരും റോജിയും ജോൺ എന്ന പേര് കേട്ടാൽ സല്യൂട്ട് ചെയ്യുന്ന രീതിയിലേക്കായത് ഛത്തീസ്ഗഡിലെ പ്രിയപ്പെട്ട കന്യാസ്ത്രീ അമ്മമാരെ തിരുവസ്ത്രം കാണുമ്പോൾ പോലും ആക്രമിക്കാൻ തോന്നുന്ന ഒരു മാനസിക അവസ്ഥയുള്ള ബജരംഗദൾ പ്രവർത്തകർ ആക്രമിച്ചപ്പോൾ, അവരെ ജയിലഴികൾക്കുള്ളിലാക്കിയപ്പോൾ അവരുടെ കുടുംബത്തോടൊപ്പം ചേർന്ന് നിന്ന് എത്രയോ ദിവസം സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് അർപ്പണബോധത്തോടെ അവർക്ക് വേണ്ടി പ്രവർത്തിച്ച റോജി ഈ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച യുവജന രാഷ്ട്രീയ നേതാവാണെന്ന് കേരളം തിരിച്ചറിഞ്ഞു. അങ്കമാലിക്കാരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിൽ അഭിമാനിക്കാം. കൂടുതൽ ബഹളങ്ങളൊന്നുമില്ലാതെ എന്നാൽ തന്നിൽ അർപ്പിതമായ കർത്തവ്യം എത്രയും ശോഭയോടുകൂടി നിവർത്തിക്കുക എന്നുള്ള കാര്യക്ഷമതയോടുകൂടി ചടുലതയോടുകൂടി പ്രവർത്തിക്കുക എന്നുള്ളത് റോജിയുടെ ഒരു ശൈലിയാണ്. നമുക്ക് അഭിമാനത്തോടുകൂടി തന്നെ റോജിക്ക് എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം. ഞാൻ പറഞ്ഞു വന്നത് വനിതാ രാഷ്ട്രീയത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഞാൻ KSU പ്രവർത്തകയായി ചെറുപ്പം മുതൽ പ്രവർത്തിക്കുന്നത്, എങ്കിലൊരു KSUവിൻ്റെ നേതൃതലത്തേക്ക് കടന്നു വരുന്നത് ഫസ്റ്റ് BDCക്ക് പഠിക്കുമ്പോഴാണ്. കൊല്ലം SN വനിതാ കോളേജിലാണ് പഠിച്ചത്. പിന്നീട് SN കോളേജിലും തിരുവനന്തപുരത്ത് അക്കാഡമിയിലും ഗവൺമെൻറ് ലോ കോളേജിലും എല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 15 വയസ്സുള്ളപ്പോൾ KSUവിൻ്റെ യൂണിറ്റ് സെക്രട്ടറിയായി ആദ്യ വർഷവും അതിന് 2ാം വർഷം യൂണിറ്റ് പ്രസിഡൻ്റായി ഒക്കെ പ്രവർത്തിച്ചിപ്പോൾ ആദ്യ വർഷം മഹിളാ കോൺഗ്രസിൻ്റെ ഒരു സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് പ്രിയദർശിനി ഹാളിൽ നടന്നു, കോട്ടയ്ക്കകത്തുള്ള. അപ്പോൾ അന്ന് ഞങ്ങളുടെ നാട്ടിലെ മഹിളാ കോൺഗ്രസ് നേതാക്കന്മാരോടൊപ്പം കൊല്ലത്തെ ബസ്സിൽ കയറി ഞാനും ആ സമ്മേളനത്തിന് പോയി. ലീഡർ ശ്രീ K. കരുണാകരനും ശ്രീ A. K. ആന്റണി സാറും അടക്കമുള്ള മുതിർന്ന കേരളത്തിലെ അന്നത്തെ മുഴുവൻ നേതാക്കന്മാരും അണിനിരന്ന മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വേദിയിൽ വെച്ച് അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമതി ലീല ദാമോദരം മേനോൻ ഏറെ സ്നേഹത്തോടും അതിലേറെ എനിക്കൊക്കെ ചെറിയ കുട്ടിയായി എനിക്കൊക്കെ അനുഭവപ്പെട്ടത് രൂക്ഷമായ ഭാഷയിൽ ലീഡർ അടക്കമുള്ള നേതാക്കന്മാരെ വേദിയിലിരുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട ലീല ചേച്ചി വിമർശിക്കുകയാണ്. ആ വിമർശനം എന്ന് പറയുന്നത് എക്കാലത്തേക്കുമുള്ള വനിതകൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് എനിക്ക് തോന്നി. ചേച്ചി പറയുകയാണ്, സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ പ്രവർത്തനങ്ങൾ അന്നിങ്ങനെ സംവരണോ കാര്യമൊന്നുമില്ല, ഇത്രയധികം സ്ത്രീകൾ പാർട്ടിയിൽ വന്നിട്ടില്ല, എങ്കിലും ഒരുപാട് സ്ത്രീകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നേതൃപദവികളിൽ ഇല്ലെങ്കിലും പാർട്ടിയുടെ നിരന്തരമായ പോരാട്ടത്തിൽ അണിചേർന്നുകൊണ്ട് സമ്മേളനങ്ങളിലും പരിപാടികളിലും സമരങ്ങളിലുമൊക്കെ നിത്യസാന്നിധ്യമായി ഉണ്ട്. പക്ഷെ അവർ ആരെയും ഒരു പാർലമെൻ്ററി രംഗത്തിൽ, അത് പഞ്ചായത്തിലൊരു സീറ്റ് ചോദിച്ചാൽ പോലും കിട്ടാത്ത കാലം, ആ കാലത്ത് ഈ നേതാക്കന്മാരെ വേദിയിലിരുത്തി ചേച്ചി പറഞ്ഞു, നിങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളിലുമുണ്ട്, പക്ഷെ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് അർഹമായ ജനസംഖ്യയുടെ പകുതിയിലേറെയുള്ള കേരളത്തിലെ സ്ത്രീകളെ എന്തുകൊണ്ട് അവർക്ക് അർഹമായ ജനസംഖ്യാനുപാതികമായ പദവികളിലേക്ക് എത്തിക്കുന്നില്ല? അങ്ങനെയെങ്കിൽ ഞങ്ങൾ ശക്തമായി പാർട്ടിക്കകത്തല്ല പുറത്തും പ്രതികരിക്കുമെന്നൊക്കെ രൂക്ഷമായ ഭാഷയിൽ ഓരോ നേതാവിൻ്റെയും മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ സദസ്സിൻ്റെ അങ്ങേയറ്റത്തിരിക്കുന്ന എൻ്റെ മനസ്സിൽ ഈ ഒരു വാചകം മതി, നാളെ മുതൽ കേരളത്തിലെ കോൺഗ്രസ്സിൽ അല്ലെങ്കിൽ കേരളത്തിലെ പൊതു രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്ക് അർഹമായ പ്രാതിനിധ്യം ലഭ്യമാകും. ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് നേതാക്കന്മാർ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞത്. പക്ഷേ വർഷങ്ങൾ പിന്നെയും ഒരുപാട് പോയി. ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോഴും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്ത്രീകൾ അർഹമായ, ഇന്ന് ഒരു സ്ത്രീയെയും പ്രവർത്തന കാര്യത്തിൽ മാറ്റി നിർത്താൻ കഴിയില്ല. മുൻപൊക്കെ ആണെങ്കിൽ പലപ്പോഴും മീറ്റിങ്ങുകൾക്ക് വന്ന് മാത്രം പോകുന്ന ആളുകളായി ചിലരെങ്കിലും സ്ത്രീകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോഴതല്ല, ഏത് ഉത്തരവാദിത്വം രാഷ്ട്രീയമോ സാമൂഹികമോ സാംസ്കാരികവുമായത് ഏൽപ്പിച്ചാൽ കൃത്യതയോടുകൂടി അത് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെന്ന് ഭരണാധികാരികളായിരുന്നടക്കം തെളിയിച്ച ധാരാളം വനിതകൾ നമ്മുടെ പ്രസ്ഥാനത്തിലും മറ്റ് പ്രസ്ഥാനങ്ങളിലും ഉള്ള ഒരു കാലഘട്ടമാണ്. 95 ഇങ്ങനെ സംവരണം വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും തമ്മിൽ പറഞ്ഞ് എല്ലാവരെയും വീട്ടിലിരിക്കുന്ന ഭാര്യമാരെയും സഹോദരിമാരെയും പെൺമക്കളെയും ഒക്കെ പിടിച്ചുകൊണ്ട് വന്ന് സംവരണ സീറ്റിൽ മത്സരിപ്പിക്കാം, പിൻ സീറ്റ് ഡ്രൈവിംഗ് ആയിരിക്കും നടക്കാൻ പോകുന്നതൊക്കെ പറഞ്ഞു. ആ പറഞ്ഞവരൊക്കെ തന്നെ ഇപ്പോൾ ഒരു കാര്യം നടത്തുന്നത്, പിൻ സീറ്റ് ഡ്രൈവർമാരെ കൊണ്ടുവന്ന ഒന്നും നടക്കത്തില്ല. മുൻസീറ്റിലിരിക്കുന്ന വനിതകൾ മിടുക്കികളായി സമർത്ഥകളായി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത് നേരിട്ടറിയുന്ന അനുഭവത്തിലേക്ക് കേരളവും രാജ്യവും വന്നിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്.
അതിലെപ്പോഴും ഏറ്റവും എന്നോട് ആര് സ്ത്രീകൾക്ക് ഒരു പദവി ഏൽപ്പിച്ചാൽ അവർ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ഇന്ത്യ രാജ്യം ഏറ്റവും ശ്രദ്ധിച്ചൊരു ഉദാഹരണമാണ്. എൻ്റെ മനസ്സിൽ എല്ലായ്പ്പോഴുമുള്ള നമ്മുടെ അനുഭവത്തിലുള്ള ഒരു ഉദാഹരണമാണ്. ബീഹാറിൽ ലാലു പ്രസാദ് യാദവ് ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം കാലിത്തീറ്റ കുംഭകോണ കേസിൽ അകത്തു പോകുന്ന സാഹചര്യമുണ്ടായി. കൂടെയുള്ള അളിയനടക്കമുള്ള ആരെയും അദ്ദേഹത്തിന് വിശ്വാസമില്ല. കാരണം ജയിലിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം തിരികെ കിട്ടുമോ എന്നുള്ള ആശങ്ക കൊണ്ട് അവസാനം വീട്ടിനകത്ത് മക്കളെയും പശുവിനെയും ഒരുപോലെ നോക്കിക്കൊണ്ടിരുന്ന ഭാര്യ റാബ്രി ദേവിയെ ആ അധികാരമേൽപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. പത്രസമ്മേളനം നടത്തി. പത്രസമ്മേളനത്തിൽ വെച്ച് പറയുമ്പോൾ ഭയന്ന് സാരിത്തൽപ്പ് വീണ്ടും ഒന്ന് പിടിച്ചിട്ട് ഒന്ന് മാറി ജാള്യതയോടുകൂടി മാറി ഒഴിഞ്ഞു മാറുന്ന റാബ്രി ദേവി ലാലു പ്രസാദ് ജി വീണ്ടും കർശനമായി മുമ്പോട്ട് വരാൻ പറയുമ്പോൾ മാത്രം പേടിച്ചരണ്ട മാൻപേടയെ പോലെ മുൻപോട്ട് വന്ന് ജി എന്നൊരു വാക്ക് പോലും പറയാൻ വിറയ്ക്കുന്ന രീതിയിൽ ആ റാബ്രി ദേവി അവരങ്ങനെ നിന്നു. പിന്നീട് കുറേ ദിവസങ്ങളിൽ പത്രസമ്മേളനത്തിൽ പരസഹായത്തോടുകൂടി ചുരുങ്ങിയ ഹിന്ദി വാക്കുകളിൽ മാത്രം അവർ അഭിപ്രായം പറഞ്ഞുകൊണ്ട്, ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ മാത്രം അഭിപ്രായം പറഞ്ഞുകൊണ്ട് ആദ്യകാലങ്ങളിൽ പോയെങ്കിൽ ഒരു മാസം തികയുന്നതിന് മുമ്പ് അതേ ലാലുജി വന്ന് പത്രസമ്മേളനത്തിൽ ഒരു വാക്ക് തിരുത്താൻ ശ്രമിച്ചപ്പോൾ അതല്ല ശരി, ഇതാണെന്ന് പറയാനുള്ള തൻ്റെ ഇടം വീട്ടമ്മയായ റാബ്രി ദേവിക്ക് ആർജിക്കാൻ കഴിഞ്ഞെങ്കിൽ കേരളത്തിലെ ഏത് വനിതയ്ക്ക് അതിന് കഴിയാത്തത്? തീർച്ചയായും വനിതാ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി ഉയർത്തുന്നതാണ് നമ്മുടെ ലിസി ടീച്ചറെ പോലെയുള്ള ഓരോരുത്തരുടെയും നിരന്തരമായ പ്രവർത്തന മികവെന്ന് നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയും.